high quality products at the lowest prices. Quality Hypermarket, Salwa Road, Doha, Qatar. Feel the trust of quality. It's about glamour, envious design, vibrant collections, precise mechanism. Glamour, Chennai watches, precious. വാർത്തകൾ തുടരുന്നു. ഖത്തറിൽ കെട്ടിട നിർമ്മാണ രംഗത്ത് പരിസ്ഥിതി സൗഹൃദ രീതികൾ അവലംബിക്കാൻ ഖത്തർ പരിസ്ഥിതി മന്ത്രാലയം മുൻകൈയെടുക്കുന്നു. തുടക്കത്തിൽ പള്ളികളിലും പൊതുസ്ഥാപനങ്ങളിലുമാണ് ഈ രീതി അവലംബിക്കുക. ഖത്തറിലെ കെട്ടിട നിർമ്മാണം പരിസ്ഥിതി സൗഹൃദമാക്കുകയെന്ന ലക്ഷ്യമാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. പരമാവധി പ്രകൃതിക്ക് ദോഷകരമാകാത്ത ഉൽപ്പന്നങ്ങളും നിർമ്മാണ രീതികളുമാണ് അവലംബിക്കുക. ദോഹ ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിൽ നടന്ന ഗ്രീൻ ബിൽഡിംഗ് പ്രദർശനം ഇതിന്റെ ആദ്യപടിയാണ്. ഊർജ്ജോപയോഗം കുറയ്ക്കുവാനും ഊർജ്ജ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാനും 2 ദിവസത്തെ പ്രദർശനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ പരിസ്ഥിതി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ബിൻ സൈഫ് അൽ കുവാരി നിർദ്ദേശിച്ചു. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ പുസ്തകശാലയായ ലോഗോസ് ഹോപ്പിന് ഖത്തറിൽ വൻ സ്വീകാര്യത. 2 ആഴ്ചയായി നടന്ന പുസ്തക പ്രദർശനം കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ പുസ്തകശാലയായ ലോഗോസ് ഹോപ്പ് ഖത്തർ തുറമുഖം വിട്ടു. കഴിഞ്ഞ ഫെബ്രുവരി 22 തുടങ്ങിയ പ്രദർശനം കാണാൻ ആയിരക്കണക്കിന് പുസ്തക പ്രേമികളാണ് എത്തിയത്. സന്ദർശക പ്രവാഹം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് കപ്പലിന്റെ മാനേജിംഗ് ഡയറക്ടർ ജിയാൻ വിൽസൺ ന്യൂസ് അറ്റ് ദോഹയോട് പറഞ്ഞു. Okay, we are here in the book fair on the Logos Hope. The book fair has a range of about 5,000, more than 5,000 titles, ranging from children's books, cooking books, hobby books, fiction, dictionaries, all kinds of books. I always say that I'm sure everyone will find at least one book that he or she will like on board Logos Hope. 5000-ലധികം പുസ്തകങ്ങളാണ് കപ്പലിലുണ്ടായിരുന്നത്. ചരിത്രം, കായികം, ശാസ്ത്രം, ഭാഷ, തത്വചിന്ത തുടങ്ങിയവയുടെ വൻ ശേഖരം തന്നെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വൻ വിലക്കുറവ് തന്നെയാണ് പ്രദർശനത്തെ ആകർഷണമാക്കിയതെന്ന് സന്ദർശകർ പറഞ്ഞു. എല്ലാവർക്കും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളത്, പിന്നെ ഹെൽത്തിന്റെ സൈഡിൽ നിന്ന്, പിന്നെ കുറച്ച് അവരുടെ സുവനീഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. നല്ലതാണ്. ഒത്തിരി വെറൈറ്റി ബുക്സ് ഒക്കെ കണ്ടു. പിള്ളേർക്ക് ആവശ്യമുള്ള ബുക്സ് ഒക്കെ മേടിച്ചു. പ്രൈസ് റീസണബിൾ ആയിട്ടാണ് തോന്നിയത്. ഇതുവരെ ലോകത്തെ 500 തുറമുഖങ്ങളിൽ നങ്കൂരമിട്ട് കഴിഞ്ഞ കപ്പലിലേക്ക് 40 മില്യൺ സന്ദർശകരാണ് എത്തിയത്. 1970 മുതലാണ് GBA ഷിപ്പ്ഡ് കമ്പനിയുടെ ഈ പുസ്തക കപ്പൽ പര്യടനം തുടങ്ങിയത്. ഓരോ ദിവസവും കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായി നിരവധി കാർഗോ കമ്പനികൾ രംഗപ്രവേശം ചെയ്യുകയാണ് ഖത്തറിൽ. ഇത്തരത്തിൽ ഉദയം ചെയ്ത 7ഓളം കാർഗോ കമ്പനികൾ ഇതിനകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ഇത്തരക്കാരുടെ പരസ്യ ചാതുരിയിൽ പണവും സാധനങ്ങളും നഷ്ടപ്പെട്ടവർ ഒട്ടേറെ. പരസ്യങ്ങൾ നൽകുന്ന മാധ്യമങ്ങളും ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നു. അവിശ്വസനീയമായ വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻകൂറ്റുകാർ ഈ രംഗത്തെ തഴക്കവും പഴക്കവും ചെന്ന കാർഗോ കമ്പനികളെ കൂടി സംശയത്തിൻ്റെ നിഴലിലാക്കുന്നു. ഇതാണെന്ന് ന്യൂസ് അറ്റ് ദോഹ ചർച്ച ചെയ്യുന്നത്. മറയില്ലാത്ത തട്ടിപ്പും കുടപിടിക്കുന്ന മാധ്യമങ്ങളും. ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി സാമൂഹ്യ പ്രവർത്തകൻ ഫരീദ് തിക്കോടി, അംബാസഡർ കാർഗോ മാനേജിംഗ് ഡയറക്ടർ സാദിഖ് എന്നിവർ ദോഹ സ്റ്റുഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തകൻ PP കബീറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ ഫരീദ് തിക്കോടി, ഇത്തരത്തിലുള്ള നിരവധി തട്ടിപ്പുകൾ ഈ വേദിയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ വിലക്കുറവിൽ ലഭിക്കുന്ന എന്ത് സേവനങ്ങളും കണ്ണടച്ച് സ്വീകരിക്കുന്നവരായി പ്രവാസികൾ മാറുകയാണോ? എന്താണ് ഇതിന് പിന്നിലൊരു മനഃശാസ്ത്രം? തീർച്ചയായിട്ടും വളരെ സത്യമായ പ്രസ്താവനയാണത്. ഈ വിലക്കുറവിൽ ലഭിക്കുന്ന സേവനങ്ങൾ മാത്രമല്ല, വിലക്കുറവിൽ ലഭിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ദോഹയിൽ ഏത് സ്ഥാപനത്തിലായാലും പ്രമോഷൻ പ്രഖ്യാപിച്ചാൽ അവിടുത്തെ ജനത്തിരക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അതിൽ മലയാളികൾ മാത്രമല്ല, എല്ലാവരും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഈ വിലക്കുറവിൻ്റെ പിന്നാലെ പോവുകയും തട്ടിപ്പിനിരയാകുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ മലയാളികൾ ഈ ഒരു കാര്യത്തിൽ മുൻപന്തിയിലാണ്. കൂടുതൽ തട്ടിപ്പിനിരയാകുന്നതും മലയാളികളാണെന്നതാണ് ഒരു വസ്തുത. ശ്രീ സാദിഖ്, താങ്കൾ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചു കാണും, നിരവധി സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവർ ഒക്കെ ഒരേ ആളുകൾ തന്നെയാണ്. ഒരു സ്ഥാപനത്തിന് നേരെ ആരോപണം ഉയരുമ്പോൾ മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നു. ഇത്തരത്തിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. സാധാരണ ഉപഭോക്താവ് തങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ അയക്കുന്ന കമ്പനി ഏത് രീതിയിലാണ് അവർ അയക്കുന്നത്, അവർ ഏത് എയർലൈൻസിൽ അയക്കുന്നു, ആര് ക്ലിയർ ചെയ്യുന്നു, വീട്ടിൽ ഡെലിവറി ചെയ്യുന്നത് ആര്, ഇത്തരം കാര്യങ്ങളൊന്നും ഉപഭോക്താവ് ചിന്തിക്കാറില്ല. തങ്ങൾ അയച്ച സാധനം യഥാസമയത്ത് കിട്ടിയിട്ടില്ലെങ്കിലോ നഷ്ടപ്പെട്ടു പോയെങ്കിലോ മാത്രമേ അവർ കംപ്ലൈന്റ് ആയിട്ട് മാധ്യമങ്ങളിലൂടെയോ ടിവികളിലൂടെയോ പ്രത്യക്ഷപ്പെടാറുള്ളൂ. നേരായ വഴിക്ക് അയക്കുന്ന സാധനമാണെങ്കിൽ ഒരിക്കലും
കാലതാമസം നേരിടുകയോ കിട്ടാതിരിക്കുകയോ വരാറില്ല. ഇന്നത്തെ മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങളുടെ പിറകെ പോയി വിലക്കുറവിനും അതേപോലെയുള്ള വാഗ്ദാനങ്ങൾക്കും പിറകെ പോകുന്നതാണ് ഉപഭോക്താക്കൾക്ക് നേരിടുന്ന വിഷമങ്ങൾക്ക് കാരണം. ശ്രീ ഫരീദ് തിക്കോടി, ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ആളുകളുമായി താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ? എന്താണ് അവരുടെ പ്രതികരണം? ഈ അടുത്തിടെ പുറത്തു വന്ന തട്ടിപ്പ് അൽജസീൽ കാർഗോ എന്ന് പറഞ്ഞ പത്രമാധ്യമങ്ങളൊക്കെ വന്നൊരു സംഭവമാണ്. അത് ഇപ്പോഴിവിടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട 2-3 പേര് സ്പോൺസേഴ്സിനെ കൂട്ടി ക്യാപിറ്റൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ആസൂത്രണമായ ഒരു തട്ടിപ്പായിരുന്നു അവർ ഇവിടെ ചെയ്തത്. ദുബായിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ സ്ഥാപനം തുടങ്ങുകയും വളരെ കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞ നിരക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് നന്നായി സാധനം കളക്ട് ചെയ്തു. ഒരാളിൽ നിന്ന് തന്നെ 100-200 കിലോ വരെ കളക്ട് ചെയ്തു. എല്ലാവരോടും കാശ് മേടിച്ചു. ഒടുവിൽ സാധനങ്ങളൊന്നും അയക്കാതെ വക്രയിലെ ഒരു ഗോഡൌണിൽ അവർ സൂക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് ആളുകൾ അന്വേഷിച്ചപ്പോഴാണ് ഈ ആള് മുങ്ങിയതായിട്ട് അറിഞ്ഞത്. അങ്ങനെ ശ്രീ സാദിഖ്, കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് പലരും നൽകുന്നത്. കിലോക്ക് 2.5 റിയാലിന് വരെ സാധനങ്ങൾ എത്തിക്കാമെന്നാണ് വാഗ്ദാനം. യഥാർത്ഥത്തിൽ ക്ലിയറൻസ് ചാർജ് 3 റിയാലും ഫ്ലൈറ്റ് ചാർജ് 5 റിയാലും വരുമെന്നിരിക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ സാധനങ്ങൾ വളരെ ചെറിയ തുകയ്ക്ക് അയക്കാൻ സാധിക്കുന്നത്? അത്ര നല്ല ഉദ്ദേശത്തോടെയാണോ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്? യഥാർത്ഥ രീതിയിൽ ഈ ബിസിനസ് നടത്തണമെങ്കിൽ 1 കിലോ 8 റിയാൽ ഇതിന് ചിലവ് വരുമ്പോൾ 5-നും 6-നും പത്രപരസ്യങ്ങൾ നൽകുന്ന കമ്പനികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തട്ടിപ്പ് തന്നെയാണ്. സാദിഖ്, ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഗൾഫ് മാധ്യമത്തിൻ്റെ സീനിയർ റിപ്പോർട്ടർ PP കബീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PP കബീർ, ന്യൂസ് അറ്റ് ദോഹയിലേക്ക് സ്വാഗതം. താങ്കൾ തന്നെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിരവധി കാർഗോ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകൾ വരുമ്പോഴും കാർഗോ കമ്പനികളുടെ പരസ്യങ്ങൾ വെണ്ടക്ക അക്ഷരത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ വളരെ ചെറിയ അക്ഷരത്തിൽ ഇൻഷുറൻസ് ചാർജും ബിൽ ചാർജും ഒക്കെ വളരെ ചെറിയ അക്ഷരത്തിൽ പരസ്യങ്ങൾക്ക് താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണോ മാധ്യമങ്ങൾ? മാധ്യമങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നതെന്ന് പറയാൻ വയ്യ. ഇപ്പോൾ ഗൾഫ് മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കാർഗോയുടെ പരസ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ ആധികാരികതയെക്കുറിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താറുണ്ട്. തുടർന്നാണ് പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങുക. പ്രസിദ്ധീകരിക്കുന്ന പരസ്യം സംബന്ധിച്ച് കസ്റ്റമേഴ്സിൽ നിന്ന്, വായനക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ കാർഗോ കൃത്യസമയത്ത് എത്തിയില്ല, സേവനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും കാർഗോ കമ്പനിക്കെതിരെ പരാതി ലഭിച്ചാൽ അത്തരം പരസ്യങ്ങൾ ഞങ്ങൾ തുടരും.